Welcome to Pittapalli Agencies presents Payasarani, powered by Milma and Hawkins in association with MyG Future, Mediterranean Hospital and Easter. Rani, Rani, Payasarani. Rani, Rani, Payasarani. അങ്ങനെ മറ്റൊരു ഓണക്കാലം. ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കൈരളി മറ്റൊരു പായസറാണി മത്സരവുമായിട്ട് വരികയാണ് നിങ്ങളുടെ മുന്നിൽ. അതായത് ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് എന്താണ്? ഒരു ഫെസ്റ്റിവിറ്റിയാണ് അല്ലേ? ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, പിന്നെന്താ ഒരു കൂട്ടായ്മ, വീട്ടുകാരെല്ലാം തമ്മിൽ കണ്ടുമുട്ടുന്നു, കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഹെറിറ്റേജ്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൃഹാതുരത്വമുള്ളൊരു ഓർമ്മ കൂടിയാണ്. കാരണം ഈ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാരും മലയാളികളായിട്ടുള്ളവർ, ഇന്ത്യക്ക് പുറത്തു പോയി താമസിക്കുന്ന മലയാളികളായിട്ടുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങൾ എല്ലാവർക്കും തന്നെ ഓണം എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഈ ആഘോഷത്തിൻ്റെ കാലം നമുക്ക് ആഘോഷിക്കണ്ടേ? അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു പായസറാണി മത്സരം കൈരളി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയണ്ടേ, ഗൾഫ് നാടുകളിൽ നിന്ന് പോലും നമുക്ക് മത്സരാർത്ഥികളുണ്ട്. പായസറാണി എന്ന് പറയുമ്പോൾ ഒരു മത്സരമായിട്ട് പറയുമെങ്കിലും ഇതൊരു മത്സരമായി കാണണ്ട, ഇതൊരു കൂട്ടായ്മയാണ്. ഇത് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാൻ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരിമാർ അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ട് ഇത് കണ്ടാൽ മതി. പക്ഷേ ഇതൊരു ആസ്വാദനം, വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണാനും ഒക്കെ മനസ്സിലാക്കാനും അതിൽ നിന്നും കുറേ റെസിപ്പീസ് പഠിക്കാനും എല്ലാം സാധിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, എന്നാലും ഒരു കോമ്പറ്റീഷനായിട്ട് കണ്ട ഇതൊരു വളരെ സ്പിരിറ്റോടു കൂടി മത്സരിക്കുമ്പോഴും ആ സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ അവരെയൊക്കെ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മത്സരാർത്ഥികളെ പരിചയപ്പെടണം. എന്നോടൊപ്പം പ്രധാനപ്പെട്ട ഒരാൾ കൂടിയുണ്ട്, എൻ്റെ കോ ജഡ്ജായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രസിദ്ധനായ സിനിമ സീരിയൽ താരമായിട്ടുള്ള ശ്രീ കൃഷ്ണയും. അപ്പോൾ കൃഷ്ണയും കൂടി സ്വാഗതം ചെയ്യാം. ഹലോ കൃഷ്ണ. ലോങ് ടൈം. പക്ഷേ എവിടെയോ എനിക്ക് ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞു പോയതുപോലെയുണ്ട്. അതന്നെ, ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് 2-3 എന്താ പറയാ, ബേക്കിംഗ് ക്വീൻ എടുത്തു, പല കാര്യങ്ങളും, ബിരിയാണി ഉണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ ബാക്ക് ടു സ്ക്വയർ വൺ. മറ്റൊരു ഓണക്കാലം. എനിക്ക് വല്ല മാറ്റങ്ങളും തോന്നുന്നുണ്ടോ? ഒരു മാറ്റമില്ല. അങ്ങോട്ടേക്ക് പറയുന്നു എന്നെക്കാളും അങ്ങ് ഡാഷിംഗ് ആയിരിക്കും. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും വലിയ ദൈവം സഹായിച്ച വലിയ കുഴപ്പമില്ലാണ്ട്, ഓക്കെ അങ്ങനെ പറയാം. ഓക്കെ, ആരോഗ്യമൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് നമ്മളിങ്ങനെ വന്നിരിക്കണം. ഓക്കെ, പിടിച്ചേക്കാണ് ബുദ്ധിമുട്ട് നമുക്കേ അറിയുള്ളൂ. സത്യം. പക്ഷെ ഇപ്പൊ കൃഷ്ണ ഭയങ്കരമായിട്ട് മിനി സ്ക്രീനിൽ അങ്ങ് തിളങ്ങാണ്. എപ്പോഴും ഒരു ചേഞ്ച് വേണ്ടേ? എപ്പോഴും ഫുൾ സ്ക്രീനിൽ നോക്കുന്നതിനെ കാണുന്നല്ല, വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മുടെ ഈ അഭിനയം പോളിഷ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് മിനി സ്ക്രീൻ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫാൻസ് ഒക്കെ കൂടിയിട്ടുണ്ട്, പണ്ടത്തേനെക്കാട്ടിലും കൂടുതൽ. വീട്ടമ്മമാരുടെയൊക്കെ പ്രിയങ്കരനാണ്, അല്ലെങ്കിലും ആണ്, ബട്ട് ഈവൻ ഇപ്പോൾ കുറച്ചുകൂടിയായി. പിന്നെ അതുപോലെ തന്നെ കൃഷ്ണ ഇപ്പോൾ കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നു അല്ലേ? ആദ്യം കുറച്ച് ഷൈ ആയിരുന്നു, പക്ഷെ എന്നാലും പതുക്കെ ഓരോ സമയം കഴിഞ്ഞു ഷൈയുടെ. അതെ, നമുക്ക് ഓരോ താളത്തിൽ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് അഭിനയിക്കും. അതെ അത് നന്നായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ഓണാശംസ പറഞ്ഞാലോ? ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പായസറാണി മത്സരം കാണാനും. അതെ, നമുക്ക് നമ്മളുടേതായ ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഈ ഒരു
എപ്പിസോഡിന് വെയിറ്റ് ചെയ്യണം. സെഗ്മെന്റ് ആണ് അത്. നമ്മുടെ ആ ഒരു അത് കൈരളിക്ക് മാത്രമാണ് സ്വന്തം കേട്ടോ, സത്യം പറഞ്ഞാൽ. അതായത് ഈ മത്സരം, പാചക മത്സരങ്ങൾ, കാര്യം നമ്മളാണ് ഇതിന്റെ പൈനിയേഴ്സ് എന്ന് പറയാം. തീർച്ചയായിട്ടും പറയാം. കാരണം ഏതൊരു ഇതിനകത്ത് നോക്കണമെങ്കിൽ തന്നെയും നമ്മുടെ ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട്. ആൻഡ് വി നെവർ ചേഞ്ച് ദ സിസ്റ്റം. ശരിയല്ലേ? ഇല്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വന്നുകൊണ്ടുണ്ട് പഴയ ആൾക്കാർ അല്ലെ, പായസറാണി എന്നുള്ളത് ഇപ്പോൾ, പക്ഷെ പണ്ട് നമ്മൾ പാചകറാണിയിൽ തുടങ്ങിയ ആൾക്കാരാണ്. പിന്നെ എന്താ പറയാ, പിന്നെ അത് കിച്ചൺ ക്വീൻ അതിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പായസറാണി, ബേക്കിംഗ് ക്വീൻ ആൻഡ് ബിരിയാണി അങ്ങനെയൊക്കെ മാറി മാറി വരുന്നത്. എന്തായാലും ഞങ്ങൾ മാറുന്നില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് വരുന്ന കണ്ടസ്റ്റൻസ് മാറുന്നു. ഇപ്രാവശ്യവും നമുക്കൊരു 21 കണ്ടസ്റ്റൻസ് ഉണ്ട്. കുറേ പേരെ സ്ക്രീൻ ചെയ്തിട്ടാണ് അവസാനം 21ലേക്ക് എത്തിയത്. അത് ഒരു മിക്സ്ഡ് ക്രൗഡാണ്. പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. ഈവൻ ബാംഗ്ലൂരിൽ നിന്നൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട്, ദുബായിൽ നിന്ന് 2 കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു പാഷനാണ്. ഭയങ്കര സന്തോഷമാണ്. കാരണം അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കണ്ടസ്റ്റന്റ് നോക്കുവാണെങ്കിൽ തന്നെയും അവരും ഒരുപാട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ്, കാരണം പകുതി ആൾക്കാരും ക്ലൗഡ് കിച്ചൺ നടത്തുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും അറിയാം എന്താ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ്, ഇന്നത്തെ ഒരു സെഗ്മെന്റ് ആയാലും കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. കാര്യം അവർ കഴിഞ്ഞ സീസണും ഒക്കെ കണ്ടവരാണ്. നമ്മൾ വെറും ഒരു പായസ റൗണ്ട് തള്ളിക്കളയാം. അല്ല, അത് പറ്റില്ലല്ലോ. നമ്മുടെ ഒരു സീക്രട്ട് ഉണ്ടാവും. നമ്മളൊരു ചലഞ്ച് തീർച്ചയായിട്ടും കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ വിളിച്ചാലോ? അപ്പൊ നമുക്കൊരു ഓണം മൂഡിലോട്ട് അങ്ങ് കേറിയാലോ? വന്നോളൂ പ്ലീസ്. നമ്മുടെ കണ്ടസ്റ്റൻസ് ഓൾ അറിയാം. 21 പേരുണ്ട്. കൊള്ളാം, കളർഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ചേച്ചി, നമുക്ക് കുറേ പേര് വന്നിരുന്നില്ലേ? ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. എൻട്രീസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ആണ്. കാര്യം അവരുടെ പാഷൻ എത്രത്തോളം ഉണ്ട്, പിന്നെ അവർ എല്ലാം നമ്മൾ നോക്കുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ റീജിയണൽ ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ എല്ലായിടത്തു നിന്നുള്ള ആൾക്കാർ വേണം. പിന്നെ നമുക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ, ഒരുപാട് ആൾക്കാരെ പറ്റത്തുമില്ല. സോ അത്രയും പാഷനറ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ച എല്ലാവരും ഇവിടെ ഉണ്ട്. ആക്ച്വലി പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ഒരു ചെറിയ ഡോക്ടർ ലക്ഷ്മി നായരുടെ ഒരു അല്ലേ, എല്ലാവരും ചേച്ചീനെ ബെഞ്ച് മാർക്ക് ആക്കി വെച്ചിരിക്കുന്നത്. അത് അവര് തന്നെ പറയണം എന്താണത്, നമ്മൾ പറയണ ശരിയല്ല. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വരാനുള്ളൊരു സന്തോഷം, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ? പ്ലീസ്. എൻ്റെ പേര് പ്രസീത ജയ്പ്രഭു. ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്. ഈ ഒരു മത്സരത്തിനേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. അത് എൻ്റെ പാഷനാണ് ഇവിടെ എത്തിച്ചത്. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം പാഷനേറ്റ് ആണ്. ഇപ്പോൾ പണ്ടൊക്കെ കുക്കിങ്ങിൽ പാഷനാന്ന് പറഞ്ഞാലൊന്നും വീട്ടിൽ സമ്മതിക്കില്ലല്ലോ, പഠിക്കന്നെ വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഹസ്ബൻഡ് നല്ല ഫ്രീഡമാണ്. അപ്പോൾ ആ ഫ്രീഡം ഞാൻ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഡാവിന് വന്നിട്ടുണ്ട്. മത്സരങ്ങളിൽ ഒരുപാട് മത്സരങ്ങളിൽ ദുബായിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളിലും ഫസ്റ്റ് തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ യാത്ര തുടരണം. അതൊരു കൈരളി ചാനൽ അതിനൊരു വേദിയാവണമെങ്കിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, സാധാരണ എല്ലാം വിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നല്ലൊരു കടുത്ത മത്സരം പ്രതീക്ഷിക്കാം എല്ലാവർക്കും. വേണമല്ലോ, കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ്. അതെ അതെ. അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അഡ്വാൻസ്. ഓക്കെ. എൻ്റെ പേര് സ്വാതി, കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എനിക്കും ഇതുപോലെ തന്നെ ചെറുതിൽ ഞാനൊരു 13 വയസ്സുള്ള സമയത്തിന് ഞാൻ കാണുന്നത് അമ്മ എപ്പോഴും ചേച്ചീൻ്റെ ഈ ഒരു പ്രോഗ്രാം കാണുന്നത്, കുക്കിംഗ് പ്രോഗ്രാം. അതുപോലെ എന്താണ് ട്രൈ ചെയ്യുന്നത് അതെന്ത് ചെയ്യും അമ്മ പരീക്ഷിക്കും. അങ്ങനെ ഞാനും അതിലിതായി. പിന്നെ ഈ ഒരു മത്സരത്തിന് നല്ലൊരു പാർട്ടിസിപ്പേഷൻ കാഴ്ചവെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ ഫസ്റ്റ് ടൈം. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ലത. ഞാൻ പല പാചക മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. വനിതയിലെ പാചക റാണി ആയിരുന്നു 23-ൽ. ശരിക്കും ആക്ച്വലി ഞാൻ ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. പക്ഷേ ഈ മത്സരങ്ങളോടും ഭക്ഷണത്തിനോടും ഉള്ള ഇഷ്ടം കാരണം ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ്. വീട്ടിലൊരു ക്ലൗഡ് കിച്ചണൊക്കെ ചെയ്യുന്നുണ്ട്. താങ്ക് യു.
എൻ്റെ പേര് സരിത സുരേഷ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. എനിക്ക് കുക്കിംഗ് എന്ന് പറയുന്ന ഒത്തിരി പാഷനാണ്. ചേച്ചിയുടെ പ്രോഗ്രാം എപ്പോഴും കാണാറുണ്ട്. പിന്നെ ഞാൻ പായസമേളകൾ ഓണത്തിന് നടത്താറുണ്ട് ഹരിപ്പാട്. എല്ലാവർക്കും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ? പുള്ളിക്കാരി ഒരു വെറ്ററനാണ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് നസീബ. ഞാൻ അബുദാബിയിലാണ്. ഇവിടെ എറണാകുളത്താണ് ഹസ്ബൻഡ് വീട്. ഞാൻ ജനിച്ചത് വളർന്നൊക്കെ തൃശ്ശൂർ ചാവക്കാട്. അപ്പോൾ 3 regions റെപ്രസെൻറ്റിങ്. പിന്നെ അവിടെ ഒരു പ്രൊഫഷണലി നേഴ്സാണ്, പക്ഷേ ഹെൽത്ത് സയൻസ് ടീച്ചറായിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാറുണ്ട്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പൊ നല്ല ശക്തമായ കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ടെന്ന്. ഈ ഗ്രൂപ്പ് തന്നെ നല്ല പവർ ഗ്രൂപ്പായി. ഹായ്, എൻ്റെ പേര് ജീന. ഞാനിവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇനി അബ്രോഡ് പോകാൻ പ്ലാൻ ചെയ്യുക. ആക്ച്വലി എനിക്കിങ്ങനെ ഇതേപോലെ ഒരു മത്സരത്തിലൊന്നും എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഫസ്റ്റ് ടൈമാണ്. സോ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ലൈക്ക് മോർ ഓവർ എനിക്കൊരു പാഷനും കൂടെയാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. സോ ഒരു പാഷൻ്റെ പുറത്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് പ്രിയ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. എനിക്ക് കുക്കിംഗ് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്, അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും പോകണം. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒരു ഇതും ഇല്ല. എന്തായാലും ഈ ഒരു ഫ്ലോറിൽ വരണം, മാമിനെയും സാറിനും ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. വളരെ സന്തോഷം. പാർട്ടിസിപ്പേഷൻ പറയാൻ പറ്റില്ല, പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്, പക്ഷെ ചിലപ്പോൾ സമ്മാനം കൊണ്ടായിരിക്കും പോകുന്നത്. എൻ്റെ പേര് രഹന. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നത്. പായസ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കലുണ്ട്. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് അല്ലേ മത്സരങ്ങളിലൊക്കെ? പിന്നെ ശരിക്കും പറഞ്ഞാൽ പുഡിങ് ഉണ്ടാക്കി പഠിച്ചത് മാമിൻ്റെ റെസിപ്പി കണ്ടിട്ടാണ്. അതുപോലെ മാമിനെ കാണാൻ ഒന്ന് ഫോട്ടോ എടുക്കുക, അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഓക്കെ, ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് സാജിദ റഹീം. എൻ്റെ സ്വദേശം കോഴിക്കോട് പേരാമ്പ്രയാണ്. ഇപ്പം ആലുവയിലാണ് താമസിക്കുന്നത്. കോമ്പറ്റീഷനൊക്കെ ഇഷ്ടമാണ്. പിന്നെ കുക്കിംഗ് എന്ന് പറയുന്നത് ഇഷ്ടമൊന്നും അല്ലായിരുന്നു, പക്ഷേ എല്ലാ വീഡിയോസൊക്കെ കാണും. മാമിൻ്റെ ഇപ്പോൾ മാജിക് ഓവൻ ആണെങ്കിലും പണ്ട് മുതലേ കാണാറുണ്ട്. പക്ഷേ പരീക്ഷണങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ചെയ്തു തുടങ്ങി. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പായസം സ്വീറ്റ് ആയിട്ടുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷം വരാൻ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. പക്ഷേ ഈ വർഷം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു. വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ഐഷ ഷഫി. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ കുറേ പാചക മത്സരത്തിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പായസം എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എല്ലാ ഫ്രൈഡേയും ഞാൻ പായസം ഉണ്ടാക്കും. ഞാൻ കോഴിക്കോടാണെങ്കിൽ എൻ്റെ നാട് പാലക്കാടാണ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ കണ്ടു വളർന്ന അമ്മ എപ്പോഴും പായസം ഉണ്ടാക്കുന്നത്, വെറൈറ്റി പായസങ്ങളെല്ലാം ഉണ്ടാക്കും. അമ്മ നന്നായി ഉണ്ടാക്കും. അങ്ങനെ ഒരു വെറൈറ്റി പായസമായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? ഇത് എൻ്റെതായ ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വെറൈറ്റി പായസമായിരിക്കും. അത് എനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ, ജഡ്ജസിനും തോന്നുന്നത് പോലെ. പിന്നെ അതെല്ലാം ഉണ്ടാക്കും. പിന്നെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓണം വിഷു ഒക്കെ ആയാലും പായസത്തിന്റെ സെയിലുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും അതൊരു നമുക്കൊരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. ഷീ ഈസ് അഗെയിൻ ഒരു എക്സ്പേർട്ട് ഇൻ പായസം മേക്കിംഗ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഈ സൈഡിലേക്ക് പോവാം. ഓക്കെ. എൻ്റെ പേര് ഷിബി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. മാമാണ് എൻ്റെ ആദ്യ ഗുരു. ഞാൻ സൺഡേ പള്ളി കഴിഞ്ഞാൽ ഓടി വരുന്നത് മാജിക് ഓവൻ കാണാനാണ്. ചെറുപ്പം മുതലേ കണ്ട് അങ്ങനെ ഇപ്പോഴും മാമിൻ്റെ എല്ലാ കുക്കിങ്ങും ഞാൻ കാണും, എല്ലാ വ്ലോഗും കാണാറുണ്ട്. ഇവിടെ വന്ന് പരിപാടി പങ്കെടുക്കുന്നതിന് ഉപരി മാമിനെ ഒന്ന് കാണാം, സാറിനെ ഒന്ന് കാണാം. പിന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ചെറുപ്പം മുതൽ നമ്മുടെ പ്രായത്തിനെ കുറിച്ചൊക്കെ ഏതാണ്ട് ഒരു ധാരണയായി. അത് മാത്രം എഡിറ്റ് ചെയ്താൽ മതി. അതെ അതെ അതെ. എൻ്റെ പേര് ഷാനിദ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഈ പ്രോഗ്രാമിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ലക്ഷ്മി മോനെ കാണുക എന്നുള്ള ഏറ്റവും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ എന്തായാലും പോകണം. ഞാൻ കുറേ നാളുണ്ട് ബേക്കിംഗ് ക്യൂണിൽ ഇങ്ങനെ സെലക്ഷൻ കിട്ടിയതാ, പക്ഷെ വരാൻ പറ്റിയില്ല. അങ്ങനെയാണ്. അപ്പോഴേ വരണം കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മാമിനോട് പറഞ്ഞു, നമ്പറൊക്കെ വാങ്ങി തന്നായിരുന്നു, പക്ഷേ കിട്ടിയില്ല വിളിച്ചിട്ട്. പിന്നെ രണ്ടുപേരും ഇഷ്ടമാണ്. തില്ലാനെ അന്ന് പോലെ തന്നെ കേട്ടോ, ഇന്ന് സൗന്ദര്യത്തിനൊന്നും ഒരു കുറവുമില്ല. രണ്ടുപേരെ ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ ഞാനൊരു ഹോം ബേക്കറാണ്.
പേര് അഭിനയ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ചെറിയ ആൾക്കാരാണ് ഇനിയുള്ള 2-3 ആൾക്കാർ. ഓക്കെ. ഞാൻ സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ ഹോട്ടൽ മാനേജ്മെന്റ്. യങ്സ്റ്റേഴ്സ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ പരിപാടിയുടെ ഇത് വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൂടാന്ന് വിചാരിച്ച് വന്നു. പിന്നെ ഇതൊരു പാഷനുള്ള ആളായിരിക്കുമല്ലോ അല്ലെ? ഹോട്ടൽ മാനേജ്മെന്റിൽ പോവില്ലല്ലോ പഠിക്കാനായിട്ട് അല്ലേ? ഞാൻ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. ഓക്കെ. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഇവിടെ വരാൻ പറ്റി, ഇവരുടെ കൂടെ ഒക്കെ ഇവരുടെ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടാകും. അത്രയും എക്സ്പേർട്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് അൽഫിയ. ഞാനും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു. സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയർ. സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ. പിന്നെ ഞാൻ 8ാം ക്ലാസ് മുതലേ കേക്ക് ഒക്കെ ഉണ്ടാക്കി തുടങ്ങുമായിരുന്നു. പിന്നെ കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയപ്പോൾ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്തതാണ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അൽഫിയ ഹാജറാന്ന് എൻ്റെ പേര് തന്നെയാണ്. ഇതുപോലൊരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആകട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ്, എൻ്റെ പേര് റിഫ. ഞാൻ മലപ്പുറത്ത് നിന്നായിരുന്നു. സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സന്തോഷമായില്ലേ? സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് രഹ്ന മുഹമ്മദ്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. കുക്കിംഗ് എൻ്റെ പാഷനാണ്. കുക്കിംഗ് ചെയ്യുക, സെർവ് ചെയ്യുക, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക, അതിൽ അഭിപ്രായങ്ങൾ കേൾക്കുകയാണ് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഈ കൈരളി ചാനലിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കൂടാതെ മാം അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഇരട്ടി മധുരം പായസം പോലെ തന്നെ. മാജിക് ഓവൻ തൊട്ട് കാണൽ തൊട്ടാണ് കുക്കിംഗ് പാഷനായി തുടങ്ങിയത്. ഞാനും ഒരു ഹോം ബേക്കറാണ്. മാമിൻ്റെ മാർബിൾ കേക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ പേര് രഞ്ജു ബിനു. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. കാസർഗോഡ്? അതെ. പിന്നെ ഞാൻ ഈ പരിപാടി വന്നത് തന്നെ എൻ്റെ കൊച്ച് കൈരളി TV വെച്ചപ്പം അതിനകത്ത് പായസറാണി മത്സരത്തിൻ്റെ ഫോൺ നമ്പറുണ്ട്. അമ്മ വേഗം ബാധ പായസറാണി മത്സരം നടക്കുന്നു, അമ്മ അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 മക്കളാണ്. അന്നേരം അങ്ങനെ മോള് പറഞ്ഞു. എനിക്കിപ്പോ മനസ്സിലായി. ഓക്കെ, 5 പേര് എല്ലാവരും കരാട്ടെ. ഓ യെസ്, കരാട്ടെ ഫാമിലി. 3 മക്കളും ബ്ലാക്ക് ബെൽറ്റ് ആണ്. അങ്ങനെ ഞാൻ ആ പ്രൊഫൈൽ കണ്ടിരുന്നു. അതാ ഞാൻ പെട്ടെന്ന് എനിക്ക് റിക്കളക്ട്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാത്തരം ഫുഡും എല്ലാം കുക്ക് ചെയ്യുന്നതാണ്. അപ്പം പായസത്തിലേക്ക് മത്സരിക്കാൻ അങ്ങനെ 5 കുട്ടികളുടെ അമ്മയാണെന്ന് പറയുമോ കണ്ടാല്? അതാണ് അവിടെയാണ് കാര്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. എൻ്റെ പേര് സുലേഖ. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നത്. ഞാനൊരു ഹോം ബേക്കറാണ്. ഹോം ബേക്കറാണ്. പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് സെലക്ഷൻ കിട്ടിയാലും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്ന് വരുന്ന. ഒരുപാട് കോമ്പറ്റീഷന് പങ്കെടുത്തിന്, പായസ മത്സരത്തിന്. പിന്നെ 2 പേരെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, റിയ കിച്ചൺ. താങ്ക് യു. എൻ്റെ പേര് സഫീറ റിയാസ്. ഞാൻ കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് കുക്കിങ്ങിനോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് മത്സരിക്കുന്നതിൽ ഭയങ്കരധികം സന്തോഷിക്കുന്നു. എൻ്റെ പേര് ഫർസാന സാലി. തലശ്ശേരിയിൽ നിന്ന് വരുന്നു. പിന്നെ ഒരുപാട് കുക്കിംഗ് ചാനലിൽ പോയി പരിചയമുണ്ട്. പിന്നെ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുന്നുണ്ട് വീട്ടിൽ. ഒരു യൂട്യൂബർ കൂടിയാണ്. പച്ചൂസ് കിച്ചൺ. സോഷ്യൽ മീഡിയ ഈസ് എ ബിഗ് പ്ലാറ്റ്ഫോം. ആക്ച്വലി പറഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ? പറഞ്ഞില്ലേ, എനിക്കറിയാം. എനിക്കൊരു പായസത്തിന് മാത്രം ഒരു ഷോപ്പ് ഇപ്പൊ റണ്ണിങ് ഉണ്ട്. ആണോ? പായസ ഷോപ്പ് ഉണ്ടോ? പായസത്തിന് മാത്രം. കണ്ണൂര്? അടിപൊളി. ഇപ്പോഴാണോ പറയുന്നത്? അപ്പൊ എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ട്. ഓക്കെ, പായസ ഷോപ്പ് റൺ ചെയ്യുന്ന ആളാണ് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാൻ എന്റെ ദൈവമേ, നമ്മള് പെട്ടു. നമ്മളിനി എന്ത് ചെയ്യുന്ന അറിയില്ല കേട്ടോ. എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ല മാഡം. ജാനീസ് റസോയി എന്ന് പറഞ്ഞ പേജ് വഴിയാണ് ഞാൻ പായസം എല്ലാം വിൽക്കുന്നത്. FB പേജാണ്? അതെ. എന്താ എന്റെ പേര്? ജാനീസ് റസോയി. ജാനീസ് റസോയി. ഓക്കെ, അടിപൊളി അല്ലേ? എന്തായാലും ലേഡീസ് എല്ലാം വളരെ എന്റർപ്രൈസിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഏറ്റവും മോശമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമുക്ക് ചുറ്റും. അതൊരു വലിയൊരു ഓപ്പണിംഗ് ആണ് അല്ലേ സത്യം പറഞ്ഞാൽ. അതായത് പണ്ടത്തെ പോലെ നമ്മൾ വെറുതെ വീട്ടിലെടുത്ത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ
ആ സ്കിൽസ് നമുക്ക് വെളിയിലോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ്, എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആരുടെ സഹായം വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവരുടെ കോൺഫിഡൻസ് അതുകൊണ്ട് ഒരുപാട്. തീർച്ചയായിട്ടും ഇറ്റ്സ് എ വെരി ഗുഡ് മൂവ്. അത് ഇപ്പം സമൂഹത്തിൽ വന്ന ഒരു വലിയ പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് നമുക്ക് അതിനെ കാണാം. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ചേച്ചി, ഈ ചിരിയും കളിയും തമാശയൊക്കെ നമ്മൾ അവസാനം വരെ കൊണ്ടുപോകണം. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 2 ദിവസം ഈ 3 ദിവസം നമ്മൾ ഒറ്റ ഫാമിലിയാണ്. ആ ഫാമിലി മൊമെന്റ്സ്, നൈസ് മൊമെന്റ്സ്, എന്തുകൊണ്ട് എന്തിന് അങ്ങനെ ഒന്നും ഇല്ല ചോദ്യങ്ങൾ. നമ്മൾ വന്ന് നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പോവുക. കാര്യം നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയിപ്പോൾ പരസ്പരം മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാവരും കഴിവ് കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ്. ആരും ഒറ്റ ഒരു പൊടിക്ക് പോലും പിന്നിലേക്കില്ല. അപ്പം നിങ്ങൾ ഈ പാവപ്പെട്ട ജഡ്ജസിന്റെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് കൊടുത്തു, എന്തുകൊണ്ട് ഇവർക്ക് കൊടുത്തു, അങ്ങനെ ഒരു തോന്നൽ പോലും നമ്മൾ. കാര്യം നിങ്ങളെല്ലാം ഈക്വലി ആപ്റ്റാണ്. അപ്പം ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളാണ് ജഡ്ജസ് ആയിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇത്രയും കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് അതിൽ 1, 2, 3, 4, 5 എന്നൊക്കെ സെലക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ളൊരു അവസ്ഥ ആലോചിച്ചാൽ മതി. ഞങ്ങളെ കുറ്റം പറയില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ എത്രയും ട്രാൻസ്പെറൻസി ആയിട്ട് തന്നെ ആൻഡ് ഏറ്റവും ജസ്റ്റായിട്ട് അല്ലേ, ഏറ്റവും ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ വിഷമം ഉണ്ടാകും. ബട്ട് ദാറ്റ് കീപ് ദാറ്റ് അപ്പാർട്ട്. നിങ്ങൾ ആ ഈഗോ അങ്ങനത്തെ ഒന്നും വേണ്ട. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഇതൊരു ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ബോണ്ടിങ് ഉണ്ടാക്കുക, ഞങ്ങളുമായിട്ടും നിങ്ങൾ പരസ്പരവും. ഓണക്കാലം ഇവരെ രണ്ടുപേരെ മാറ്റിയടിക്കണ്ടേ? യെസ്, വി ഹാവ് ടു ടേക്ക് ലോട്ട്സ് ഫസ്റ്റ്. അപ്പം നമ്മൾ 4 പേരുള്ള ഗ്രൂപ്പാണ്. ആദ്യത്തെ 4, ലാസ്റ്റിൽ 5 പേരുണ്ടാവും. ഓക്കെ, ടോട്ടൽ 21 കണ്ടസ്റ്റൻസ്. അങ്ങനെ അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് 5 റൗണ്ട് ഉണ്ടാവും. പ്രിലിംസ് റൗണ്ട് ഇസ് 5 റൗണ്ട്സ്. അതിൽ ആദ്യത്തെ 4 പേരുള്ള റൗണ്ട്സ് ആയിരിക്കും, 4 കണ്ടസ്റ്റൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ വിൽ ബി 5. 21 ആയതുകൊണ്ടേ ആ നമ്പർ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദ റൗണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഷഫിൾ ചെയ്യുന്നു. നിങ്ങൾ സഫീറ റിയാസ് കണ്ണൂർ, അടുത്ത ആള് ഷാനിത എസ്, വലിയ പേരാണല്ലോ. ഫാത്തിമ തുൽ സുലേഖ, താമരശ്ശേരി, കോഴിക്കോട്. ഐഷ ഷഫി, ഇത് അടുത്ത ടീമാണ്. റഹന മുഹമ്മദ്, ഒരു രഹന കൂടെ കിടക്കട്ടെ, റഹന അഷ്റഫ്, നസീബ ഉണ്ണിക്കണ്ടത്തല്ലേ, സരിത സുരേഷ് ആലപ്പുഴ. നല്ല ശരിയാ. ഷിബി മനോജ്, 3rd ടീമാണ്, ബാംഗ്ലൂർ. റിയാന ഹംസ. ഇനി അടുത്ത ആള് ആൽഫിയ ഹജാറ റാസി, ട്രിവാൻഡ്രം. അടുത്ത സ്വാതി അരവിന്ദൻ, തളിപ്പറമ്പ്. So 3rd team is over. ഇനി 4ാമത്തെ ടീമിന്റെ ആദ്യത്തെ ആള് അഭിനയ. ഓക്കെ, അടുത്ത റിഫ തസ്നി, താനൂർ. ജീന ഷിബിൻ, ട്രിവാൻഡ്രം. ഫർസാന സലീം, തലശ്ശേരി. ഓക്കെ, ഈ 4 പേരും 4ാമത്തെ ടീം. ആൻഡ് ഇനിയുള്ള 5 പേരാണ് 5ാമത്തെ ടീം. ഓക്കെ, ഇനി പറയാതെ അറിയായിരിക്കും. പ്രസീത, തൃശ്ശൂർ.
രഞ്ജു ബിനു കാസർഗോഡ്, ലത ആർ പൂജപ്പുര, പ്രിയ നെടുമങ്ങാട്. 4 പേരായി. ഇനി 5ാമത്തെ ആള് സജിത റഹീം, ദാറ്റ് ഈസ് കോഴിക്കോട്. ഓക്കെ, ഇതാണ് 5. അങ്ങനെ നമ്മുടെ 5 ടീമും ഫൈനലൈസ് ആയി കഴിഞ്ഞു. ആസ് സച്ച് ഫൈനലൈസ്ഡ്. ഇതൊരു നോക്കൗട്ട് റൗണ്ട് അല്ല. ഇതിലെങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ 5 റൗണ്ട് കഴിഞ്ഞിട്ടേ അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന 12 പേരെ ഞങ്ങൾ അനൗൺസ് ചെയ്യുള്ളൂ. സ്റ്റാർട്ടർ റൗണ്ട് എന്ന് വിചാരിക്കുക. അതെ, ദിസ് എ പ്രിലിമിനറി റൗണ്ട്. നിങ്ങളുടെ എല്ലാം കഴിവ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. ഇതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 12 പേരെ ഈ 5 റൗണ്ടും കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ അനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ റൗണ്ടിൽ നിന്നും ഇപ്പോൾ 4 പേര് മത്സരിക്കുന്നു, അതിൽ 2 പേരെ കയറണം, 2 പേര് പോകും, അങ്ങനെയല്ല. ചിലപ്പോൾ അതിൽ നിന്ന് ഒരാളായിരിക്കും സെലക്റ്റഡ് ആവുന്നത്, അടുത്തിപ്പോൾ 2 ആളായിരിക്കും സെലക്റ്റഡ് ആകുന്നത്, ചിലതിൽ 3 പേര് ചിലപ്പോൾ സെലക്റ്റഡ് ആവും. വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാവരുടെയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആൻഡ് ദ ഫൈനൽ 12 നെക്സ്റ്റ് റൗണ്ട് കണ്ടസ്റ്റൻസ് വിൽ ബി. സെമി ഫൈനലിലേക്കാണ് സ്ട്രേറ്റ് അവേ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈനലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്പർ ഓഫ് റൗണ്ട്സും കുറവാണ്. ദാറ്റ്സ് മാക്സിമം ഇൻപുട്ട് കൊടുക്കുക. അപ്പോൾ തുടങ്ങാം. ഇവർക്ക് റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ ഏകദേശം പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. എങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒന്നുകൂടി പറയുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പ്രിലിമിനറി റൗണ്ടിൽ ഇവർക്കൊരു ഫ്രീ റൗണ്ടാണ്. അവർക്ക് ഇഷ്ടമുള്ള ഏത് തരം പായസം വേണമെങ്കിലും തയ്യാറാക്കാം. പക്ഷെ ഇതൊരു പായസം തന്നെ ആയിരിക്കണം. ലൈക്ക് ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റിലേക്ക് പോകരുത്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ പായസം. ആ പായസത്തിൽ മാക്സിമം ഇന്നോവേഷൻ, പുതുമ കൊണ്ടുവരാനാണ് ശ്രമിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പുതുമയുള്ളതാകാം, സ്വാദിൻ്റെ കാര്യത്തിൽ പുതുമയുണ്ടാകാം, പിന്നെ ക്രിയേറ്റിവിറ്റിക്കും വളരെയധികം ഇമ്പോർട്ടൻറ്റ്. അതായത് ബേസ് പായസം തന്നെ കീപ്പ് ചെയ്തേക്കാം. അത് കീപ്പ് ചെയ്യണം. പായസം വിട്ടൊരു തീം പോകരുത്. പക്ഷേ ക്രിയേറ്റീവ് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം, ആൻഡ് ടേസ്റ്റി ആയിരിക്കണം. പറയുന്ന സമയത്തിനുള്ളിൽ തീർക്കുകയും വേണം. അപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടൈം ടോട്ടൽ 1.5 hours. കാര്യം ഇതൊരു ഷൂട്ടിങ്ങും കൂടി ആയതുകൊണ്ട് സാധാരണ 1 മണിക്കൂറിൽ തീരുന്ന കാര്യം ഒരു അരമണിക്കൂർ എക്സ്ട്രാ എടുക്കും. അതുകൊണ്ട് 1.5 hours എല്ലാവർക്കും ഒരേപോലെയാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ഷാനിദ. ഞാൻ തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മാംഗോ സേമിയ പായസമാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പാല്, സേമിയ, മാംഗോ പൾപ്പ്, ഷുഗർ, കണ്ടൻസ്ഡ് മിൽക്ക്, നെയ്യ്, ഗാർണിഷിങ്ങിന് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത. ആദ്യമായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. ചൂടാകുമ്പോൾ കേഷ്നട്ട് ഇടുക. ഇത് കേഷ്നട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഇതായിട്ട് നമ്മൾ പാലൊഴിക്കുകയാണ്. പാലിന് തിളയ്ക്കുമ്പോൾ സേമിയ ഇടുക. ഹായ് ഷാനിദ. ഹായ് മാം. ട്രിവാൻഡ്രം. അതെ, ഈ ഒരു ഗ്രൂപ്പിൽ കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, ട്രിവാൻഡ്രം. ഒരു റീജിയണൽ ആയിട്ടുള്ള ഡിഫറൻസസ്. എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇത് മാംഗോ സേമിയ പായസമാണ്. ഓക്കെ, സേമിയ പായസത്തിന് ഒരു വ്യത്യാസം കൊടുത്തിട്ട് മാംഗോ. അപ്പൊ അത് പാലാണോ ബേസ്? മധുരം, പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും രണ്ടും വരുന്നുണ്ട്. ശർക്കരയല്ല. കുറച്ച് ഈസി ആയിരിക്കുമല്ലോ. പക്ഷെ ടേസ്റ്റിയുമാണ്. 1.5 മണിക്കൂർ ആവശ്യമില്ല. എനിക്ക് വേണ്ടി വരും. എനിക്ക് എത്ര സമയം വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. ചെയ്ത് നോക്കിയിരുന്നോ? നോക്കി വരുന്നതിന് മുന്നായിട്ട് ചെയ്ത് നോക്കി. അല്ല, ഇതില് തേങ്ങാപ്പാല് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കി. പിന്നെ പശുവിൻ പാലിൽ ചെയ്ത് നോക്കി.
സെയിം പായസം തന്നെ അങ്ങനെ ചെയ്ത് നോക്കി. അപ്പം കുറച്ചുകൂടി ഇഷ്ടമായത് ഇങ്ങനെ. ആദ്യം ഞാൻ കരുതി തേങ്ങാപ്പാലാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും എന്ന് കരുതി. പക്ഷേ ഇഷ്ടം കുറച്ചുകൂടെ തീം തന്നെയാണോ ആദ്യം അവസാനം സെലക്ട് ചെയ്തോ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയോ? അല്ല, ഇത് തന്നെയാണ്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് വന്നതാ മാംഗോ വിത്ത് സേമിയ ചെയ്താലോ എന്ന്. അങ്ങനെ ഐഡിയ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെ, അത്രേ ഉള്ളൂ. ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നും തോന്നി. അപ്പൊ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിലൊന്നും പങ്കെടുത്തില്ല. അപ്പൊ നമുക്ക് ടൈമും മാനേജ് ചെയ്യണമല്ലോ. ഇത് ആദ്യത്തെ ഒരു അപ്പൊ പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കാന്ന് കരുതി. പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. കുക്കാവുന്ന സമയം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളയ്ക്കാം. തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷമാണ് മാംഗോ പൾപ്പ് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ പായസം റെഡിയാവും. നമുക്കിനി മാംഗോ പൾപ്പ് ആഡ് ചെയ്യാം. മാംഗോ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് അതിന് കുറച്ച് മധുരം ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും. ഇവിടെ എന്താ അറിയോ, മാമ്പഴ സേമിയ, മാമ്പഴവും സേമിയയും കൂടെ കമ്പൈൻഡ്. അതെ, വളരെ കോൺഫിഡന്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കി, ഇഷ്ടപ്പെട്ടു. എന്നിട്ടാണ് ഇവിടേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടും. സ്വാദ് നമ്മൾ നോക്കുന്ന കൂട്ടത്തിലാണ്, വെറൈറ്റി നോക്കും. പിന്നെ കമ്പാരിറ്റീവ് ആണല്ലോ അല്ലെ, 21 പേരിൽ നിന്നും ഏറ്റവും മികച്ചതല്ലേ എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സാരമില്ല, ഇവിടം വരെ എത്താൻ പറ്റിയതല്ല. നമുക്കൊരു അതിന് ഇവിടം വരെ വരുന്നത് തന്നെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അതെ അതെ, കറക്റ്റ്. കമ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ആൾക്കാർ എല്ലാവർക്കും പാചകം ചെയ്യാൻ പറ്റും. ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. അതിനൊരു ധൈര്യമൊക്കെ വേണം. അതെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അതെ അതെ അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ കോമ്പറ്റീഷൻ സംസാരിക്കുന്നുണ്ട്. വെരി കോൺഫിഡന്റ്. നന്നായി കയറിപ്പോകും. കാരണം നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ നമ്മൾ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകും. നാക്ക് പൊന്നായിരിക്കട്ടെ. ഇപ്പൊ നമ്മളിത് ആഡ് ചെയ്ത് നമ്മുടെ പായസം റെഡിയായി. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. ബദാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പായസം അപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് അഭിപ്രായം എന്ന് കേൾക്കാം. ഐഷ ഷഫി, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂട്ടുകറി പായസമാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ചേന, പച്ച ഏത്തക്കായ, മത്തങ്ങ, കടലപ്പരിപ്പ്, ശർക്കര, 1-ാം പാൽ, 2-ാം പാൽ, തേങ്ങ ചിരവിയത്, കറിവേപ്പില ഗാർണിഷിന്, ഉണക്കമുളക് ഗാർണിഷിന്, ശർക്കര, ഈത്തപ്പഴം, ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കായ്പ്പൊടി, ഉപ്പ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് കടലപ്പരിപ്പ് കഴുകിയത് ഇടുക. അതിൽ കുറച്ച് ഉപ്പ് ഇടുക. അടച്ച് വെച്ച് 3 വിസിലിന് വേവിക്കുക.
കൂട്ടുകറി പായസത്തിനായി അടുത്തതായി ഞാൻ ചേർക്കുന്നത് മത്തങ്ങയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലിൽ വേവിക്കുക. കടലപ്പരിപ്പ് വേവിച്ചുടച്ച് ചെറിയ ബോൾസ് ആക്കുക. മത്തങ്ങ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ചേന വേവിക്കുക. അതിൻ്റെ കൂടെ പച്ചക്കായ ഇടുക. ഒരു 5 വിസിലിന് വേവിക്കുക. കൂട്ടുകറി പായസത്തിന് വേണ്ടി മത്തങ്ങ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഹായ്, ഐഷ. ഐഷ ഫ്രം ഏതാ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ്, ഒരാള് ട്രിവാൻഡ്രം. ഓക്കെ. എന്ത് പായസമാണ്? ഞാനിന്ന് കൂട്ടുകറി പായസം. കൂട്ടുകറി? ഓണല്ലേ, അപ്പോൾ കൂട്ടുകറി ഒന്ന് പായസമാക്കി നോക്കിയാൽ. കൂട്ടുകറിയിൽ ഞാൻ ചേന, പച്ചേത്തക്കായുണ്ട്, പിന്നെ കുറച്ച് മത്തൻ, ഇളവനിടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വരെ കുറച്ച് മത്തൻ ഇട്ടു, പിന്നെ കടലപ്പരിപ്പ്, പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരമലൈസ് ചെയ്ത ഉണക്കമുളക്, പിന്നെ തേങ്ങ. കാരമലൈസ് ചെയ്ത ഉണക്കമുളക് ഇടുന്നു. ഉണക്കമുളക് മുകളിൽ അല്ല, ഗാർണിഷ് നമ്മൾ എങ്ങനെയാണ് കൂട്ടുകറിന്റെ മുകളിൽ എങ്ങനെ എന്തെല്ലാം ഒരു കറിവേപ്പില അത് ഗാർണിഷ് ചെയ്യുന്നത് കാരമലൈസ് ചെയ്തത് ശർക്കരയിൽ. പിന്നെ കടല വന്നിട്ട് അത് നെയ്യിൽ വറുക്കും. അതിൻ്റെ ഉള്ളി ഇടുന്നില്ല, ഗാർണിഷിന് അത് ഇടും. പിന്നെ കുറച്ച് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ്, അതിടാന്ന് വെച്ച്. കൂട്ടുകറിന് അതേ മെത്തേഡ്. അത് കുറച്ച് എരിവായിരിക്കും, ഇത് കുറച്ച് മധുരം. അതിലെ ചെയ്ത് ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട്. ആലോചിച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്തത്. എന്തായാലും കറിയാണ്. ഓക്കെ. ചേനയും ഏത്തക്കായും വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ചേനയും ഏത്തക്കായും നല്ലവണ്ണം സ്മാഷ് ചെയ്യും. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിക്കുക. അതിനുശേഷം ചുടുവെള്ളത്തിൽ കുതിർത്തി വെച്ച ഈത്തപ്പഴം ഒന്ന് ഫ്രൈ ചെയ്യുക. ഈത്തപ്പഴം നല്ലവണ്ണം ഫ്രൈ ചെയ്ത ശേഷം മത്തങ്ങ സ്മാഷ് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. ഈത്തപ്പഴവും മത്തങ്ങയും നല്ലവണ്ണം യോജിപ്പിക്കണം. അതിലേക്ക് വേവിച്ച് വെച്ച ചേനയും ഏത്തക്കായും മിക്സ് ചെയ്യുക. ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ശർക്കര പൊടിച്ചതിടുക. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് മാറ്റുക. ഫ്രൈ ചെയ്ത് വെച്ച ഈത്തപ്പഴം, മത്തങ്ങ, ചേന, പച്ചേത്തക്കായ അതിലേക്ക് ശർക്കര ഒഴിക്കുക. ഇതിലേക്ക് 2ാം പാൽ ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് ചുക്ക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് ജീരകപ്പൊടി, കൂട്ടുകറി പായസം എവിടെ വരെയായി? എന്താ ഒരുവിധം ആകുന്നത്. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം. പിന്നെ അതിൻ്റെ തൂമിക്കലുണ്ടാവില്ലേ, താളിക്കൽ. തൂമിക്കൽ. നമ്മൾ കോഴിക്കോട് തൂമിക്കൽ അവിടെ പറയാം. ഞങ്ങൾ താളിക്കൽ എന്നാ പറയാ. നമ്മൾ താളിക്കൽ എന്ന് പറയാം. അവിടെ എല്ലാം കുറച്ച് ഡിഫറെൻ്റാ. ഇത് തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണം, ഇതെല്ലാം വറവിടണം. ഇതിപ്പോൾ ശർക്കരയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉണക്കമുളക് പിന്നെ കറിവേപ്പില ഇടും. അതിപ്പോൾ ചെയ്തിട്ട് അതിടും. അതൊക്കെ ഒരു ടോപ്പിങ്ങിന് ആ കൂട്ടുകറിൻ്റെ സ്റ്റൈല് വരാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ നമ്മൾ വറുക്കില്ലേ മുളകില്, അതിന് ഞാൻ ശർക്കരയിൽ വറുത്തത്. ശർക്കരയിൽ വറുത്ത് കഴിഞ്ഞ് ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നു. 2ാം പാൽ ഒഴിച്ചു. ഇനി 1ാം പാൽ ഒഴിക്കണം. അതിലേക്ക് കടലപ്പരിപ്പ് ഇടുന്നുണ്ട്, കുറച്ച് ശർക്കര ഇടുന്നുണ്ട്. അത് പായസത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. വീണ്ടും നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കാരമലൈസ് ചെയ്ത
ഉണക്കമുളക് ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ഇടുന്നുണ്ട്. കാരമലൈസ് ചെയ്ത വറ്റൽമുളക് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നെയ്യ് ഒഴിക്ക്. അതിലേക്ക് കാരമലൈസ് ചെയ്ത കറിവേപ്പില ഇടുന്നുണ്ട്. ശർക്കരപ്പൊടി ഇടുന്നുണ്ട്. നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കടലപ്പരിപ്പ് ഉരുളകളാക്കി വെച്ചത്, വേവിച്ച് ഉരുളകളാക്കി വെച്ചത്, കാരമലൈസ് ചെയ്ത തേങ്ങ വറുത്തത് എല്ലാം റെഡിയായി സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് തേങ്ങ വറുത്തത് ഇതിലേക്ക് കാരമലൈസ് ചെയ്ത കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകറി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ്, ഞാൻ സഫീറ റിയാസ്, തലശ്ശേരിയിൽ നിന്ന് വരുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസത്തിൻ്റെ പേരാണ് പഞ്ചഗദായി ഔഷധ പായസം. ഇത് ദാലാണ്, ഇത് ഉണക്കമുന്തിരിയാണ്, ഇത് കറ്റാർവാഴ, അലോവേര, ഏലക്കപ്പൊടി, കശുവണ്ടി, ഇത് ഫസ്റ്റ് പാല്, ഇത് സെക്കൻഡ് പാല്, ഇത് ചുക്കുപൊടി, മുന്തിരി, ബദാം, കരിഞ്ചീരകം, നെല്ലിക്ക. അപ്പോൾ ഈ ഒരു കറ്റാർവാഴയും നെല്ലിക്കയും ഞാൻ ഒന്ന് ബോയിൽ ചെയ്ത് ശർക്കര പാനീയത്തിലൊന്ന് ബോയിൽ ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തെനയാണ്. അപ്പോൾ ഇതൊരു ബൗളിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ദാലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ദാല് ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി ഒന്ന് കുക്കറിലേക്ക് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിനായിട്ട് കുറച്ച് ശർക്കര പാനിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഔഷധ പായസത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ പഞ്ചഗദായി ഔഷധ പായസം എന്ന പേര് വരാൻ തന്നെ കാരണം 5 തരം ഔഷധ ഗുണങ്ങളും കൂടി അടങ്ങിയതാണ്. അപ്പോൾ അതിലേക്ക് തിന, കറ്റാർവാഴ, നെല്ലിക്ക, ചുക്കുപൊടി, കരിഞ്ജീരകമൊക്കെ വളരെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ഒരാഴ്ചയിൽ ഒരു വട്ടം ഇതുപോലെ പായസം ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് ഒന്ന് വറുത്തിടാനുണ്ട്. അപ്പോൾ നിങ്ങളിത് ഹെൽത്തി ആയിട്ട് നോക്കുന്നതാണെങ്കിൽ ഈ ഒരു ഇത് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ടേസ്റ്റ് ബാലൻസ് നോക്കുന്നത് കൊണ്ട് ഞാൻ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ബ്ലാക്ക് മുന്തിരി ചേർക്കുന്നുണ്ട്. അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതാ ഈ ഒരു മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹലോ സഫീമ. ഹായ് മാം. ഹായ്. കണ്ണൂരിൽ നിന്ന് അല്ല, തലശ്ശേരി, കണ്ണൂർ ജില്ല തലശ്ശേരിയിൽ നിന്ന് മുഴപ്പിലങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എന്ത് പായസമാണ് പ്ലാനിങ്ങിന്? എൻ്റെ പായസത്തിൻ്റെ പേര് പഞ്ചഗദായി ഔഷധ പായസമാണ്. അതിലെന്തൊക്കെ വരിക? അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇത് തേനയാണ്. തേനയുണ്ട്, പിന്നെ കറ്റാർവാഴയുണ്ട്, ബോയിൽ ചെയ്തിട്ട് ശർക്കര പാനത്തിൽ സോക്ക് ചെയ്ത് അതാണ്. പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക ഇതുപോലെ തന്നെ ഞാനൊന്ന് ബോയിൽ ചെയ്തിട്ട് ശർക്കര പാനത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി, ഇത് കരിഞ്ജീരകമാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഔഷധ പായസം ആയതുകൊണ്ട് ബ്ലാക്ക് മുന്തിരി, ഇത് ഏലക്കാപ്പൊടി പഞ്ചസാരയിട്ട് നമുക്ക് പിടിച്ചു വെച്ചത്, തേങ്ങാപ്പാൽ, ഇത്രയാണ്. പിന്നെ ഇതുണ്ട് ദാല് മൂങ് ദാല്, ചെറുപരിപ്പ്. ഓക്കെ. അപ്പോൾ ഗംഭീര പരിപാടി അങ്ങ് നടക്കട്ടെ. ശർക്കര ഉരുക്കുന്ന തിരക്കിലാണ്. ഞാൻ ശർക്കര ഇങ്ങനെ ശർക്കര ഒരു പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔഷധ പായസം.
അപ്പോൾ ഇത് നമുക്ക് ശർക്കര പാനിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബദാമും കൂടി വറുത്ത് കോരി മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബദാം കട്ട് ചെയ്യാതെ കുറച്ച് പീസും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കട്ട് ചെയ്തതും കൂടി ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നെയ്യ് ഒഴിക്കാതെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പിനെസ് കിട്ടും പായസത്തിന്. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം നെയ്യ് ഒഴിക്കാതെ ഇങ്ങനെ ഫ്രൈ ആക്കാൻ, പിന്നെ അതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പായസത്തിന് നല്ല ക്രിസ്പിനെസ് കിട്ടും. ഇതൊരു ടിപ്സും കൂടിയാണ് പായസത്തിൻ്റെ. അപ്പോൾ ഇത് ഏകദേശം ഒരു ക്രിസ്പിനെസ് ആയതിനു ശേഷം കുറച്ച് ഇതുപോലെ ഗീ ഒഴിച്ച് കൊടുത്താൽ പായസത്തിന് നല്ല മണവും നല്ല രുചിയും കിട്ടും. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേവിച്ച് വെച്ച മൂങ് ദാലും തേനയും ചേർത്തിട്ട് പിന്നെ നമുക്ക് ശർക്കര പാനീയത്തിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശർക്കര പാനീയത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരല്പം സമയമെടുക്കും. ഔഷധപ്പായസം ഓൾമോസ്റ്റ് റെഡിയായി വരുന്നു. ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവസാന ഘട്ടത്തിലാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ല തന്നെ. അലോവേര ഉണ്ട്, നെല്ലിക്കുണ്ട്. അലോവേരയുടെ ഈ കറ കളയാനായിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞു. അത് അലോവേര നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കറ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി അരമണിക്കൂർ വരെ വെക്കണം. അതിനുശേഷം അതിൻ്റെ ജെല്ല് ക്യൂബാക്കിയിട്ട് നന്നായി കഴുകിയിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് ശർക്കര പാനീയത്തിൽ ആക്കിയത്. ശർക്കര പാനിയിലിട്ട് അതേപോലെ തന്നെ നെല്ലിക്കയും കട്ട് ചെയ്തിട്ട് അതേപോലെ ബോയിൽ ചെയ്തിട്ട് ശർക്കര പാനീയത്തിൽ വെച്ചത്. പിന്നെ അതെ 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 അതിൻ്റെ അങ്ങനത്തെ ഒരു അലോവേര ഇട്ടുന്നേ മനസ്സിലാവില്ല. പെട്ടെന്ന് കാണുമ്പോൾ ഹെയറോയിലൊന്നും വിചാരിക്കണ്ട ഔഷധ പായസമാണ്. പിന്നെ അതിൽ ഇതാ കരിഞ്ജീരകം വരുന്നുണ്ട്. ഔഷധമാണല്ലോ. അത് ആയിട്ടില്ല. അത് ലാസ്റ്റ് ഫൈനലിൽ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ചുക്കുപൊടിയും കരിഞ്ജീരകം അത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഈ കരിഞ്ജീരകം ഔഷധമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പായസം ഞാൻ ഒരുപാട് മത്സരത്തിന് ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മത്സരത്തിനും ഫസ്റ്റ് തന്നെയാണ് കിട്ടുന്നുണ്ട്. അത് മനസ്സിലായല്ലോ. ഇല്ല അതുകൊണ്ടല്ല, മിന്നലല്ലോ. ഈ ഒരു ഇതിൽ തന്നെ വരുത്താൻ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബ് ചാനലിൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല. എന്റെ മാസ്റ്റർ പീസ് ആണ്. അതുകൊണ്ട് എന്തായാലും നന്നായി. ആ മാസ്റ്റർ പീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. പായസം ഇതാ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് ഇതാ ഞാൻ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഔഷധ പായസം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് രണ്ടാം പാൽ ഇങ്ങനെ ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി. അപ്പോൾ ഇങ്ങനെ ചേർത്തെന്ന് വെച്ചാൽ പായസത്തിൽ ഡയറക്റ്റ് ചേർത്തുമ്പോൾ അതൊരു കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചുക്കുപൊടി, അതൊക്കെ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പായസത്തിലോട്ടൊക്കെ ചേർക്കുകയാണ്. ഇപ്പോൾ പായസത്തിന് ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കട്ട കൂടാതെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ച അലോവേര ചേർക്കുന്നുണ്ട്. ആ ഒരു പാനീയം മൊത്തം ചേർക്കണ്ട, കാരണം ഇങ്ങനെ ചേർത്താൽ മതി. അതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് ചേർത്താൽ മതി. ഇത് നെല്ലിക്കയാണ്. അതുപോലെ തന്നെ നെല്ലിക്ക ഇതേപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് കട്ടിയുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വറുക്കാത്ത മുന്തിരി, അണ്ടിപ്പരിപ്പ്, കരിഞ്ജീരകം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം പിന്നെ കൂടുതൽ തിളക്കാൻ വേണ്ടി വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കറുപ്പ് മുന്തിരി, അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ പഞ്ചഗദായി ഔഷധ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റി വെക്കാം.
അപ്പോൾ എൻ്റെ പഞ്ചഗദ്ദായി ഔഷധ പായസം റെഡി ആയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് സുലേഖ. ഞാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പായസമാണ്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ ആ അവിയൽ വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1-ാം പാല്, 2-ാം പാല്, ശർക്കര, കോവക്ക, ബീൻസിൻ്റെ വിത്താണ്, ഉപ്പ്, ചുക്ക്, ഏലം, ജീരപ്പൊടി, തേങ്ങാക്കൊത്ത്, മുന്തിരി, അണ്ടിപ്പരിപ്പ്. ഇത് വെജിറ്റബിൾസാണ്. ചേന, ക്യാരറ്റ്, മത്തൻ, ഇളവൻ, പച്ചക്കായ. ഇത് മുരിങ്ങക്കായൻ്റെ സീഡാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ക്യാരറ്റ് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ക്യാരറ്റ് ആയിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് കോവക്ക വഴറ്റിയെടുക്കാം. ഹായ് മാം. ഹലോ, സുലേഖ. അതെ, കാലിക്കറ്റ് താമരശ്ശേരി. ഓക്കെ, ഈ അവിയൽ പായസം അല്ലേ, വളരെ വ്യത്യസ്തമായിട്ടൊരു പേര് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അവിയൽ പായസം ഒരു പ്രഥമന്റെ രീതിയിൽ ചെയ്യാൻ, പച്ചക്കറികളല്ല, അതായത് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ പായസമാണോ ഉദ്ദേശിക്കുന്നത്? അവിയലിൽ ചേർക്കുന്ന പോലത്തെ പച്ചക്കറികൾ, ചേന, പച്ചക്കായ, മത്തന്, ഇളവന്, ക്യാരറ്റ്, പിന്നെ സീഡ്, ബീൻസിന്റെ സീഡും മുരിങ്ങക്കായന്റെ സീഡും, കോവക്ക ചേർക്കുന്നുണ്ടോ? കോവക്ക വഴറ്റി ചേർക്കണം. ചുരുക്കം പറഞ്ഞാൽ അവിയൽ പായസം പ്രഥമൻ ചെയ്യുന്ന പോലെ വരട്ടി അവിയൽ പ്രഥമൻ. അപ്പൊ ആ ഒരു വെജിറ്റബിൾസിന്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ വരും അല്ലേ? പിന്നെ ഇതൊക്കെ ഗാർണിഷിങ്ങിന് ഒരു കടിക്കാൻ പാകത്തിനാണ് കോവക്ക വറുക്കുന്നത്. ഓ, ഇതാണ് സീഡ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, പിന്നെ കുറച്ച് പൊടികൾ എന്തൊക്കെയാണ്? ഏലക്ക, ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കപ്പൊടി. അവിയലിനുള്ള കുറച്ച് ഒരു ജീരകം വന്നിട്ടുണ്ട്. അവിയൽ നമ്മൾ ജീരകം അരിക്കുമല്ലോ, ചെറിയ തോതിൽ ആ ഒരു മണം കിട്ടാൻ പാകത്തിന്. അപ്പൊ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ കൊണ്ടുവന്നതാണ് അല്ലേ? കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് ബീൻസിൻ്റെ സീഡ് വറുത്തെടുക്കാം. പയറ് നമുക്ക് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം. ഇതിലേക്ക് മുന്തിരിയും കൂടി ആഡ് ചെയ്യും. തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ശർക്കര ആയിട്ടുണ്ട്, നമുക്കിത് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. നേരത്തെ വേവിച്ച് അരച്ച് വെച്ച പച്ചക്കറി നമുക്കിതിലേക്ക് ചേർക്കാം. നെയ്യിൽ നന്നായി വരട്ടിയെടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി വയ്ക്കാം. ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ക്യാരറ്റ്, ബീൻസിൻ്റെ സീഡ്, കോവക്ക വഴറ്റി വെച്ചത് എന്നിവ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സ് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ, 2-ാം പാൽ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കാം. 1-ാം പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാം. നേരിട്ട് ചേർത്താൽ പായസത്തിൽ കട്ട പിടിക്കും. നന്നായി മിക്സ് ചെയ്യാം.
മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിൽ കുറച്ച് മധുരം കുറവാണ്, നമുക്ക് അല്പം പനങ്കൽക്കട്ടം പൊടിച്ചത് ചേർക്കാം. അവിയൽ പായസം. അവിയൽ നമ്മൾ അവിയൽ പായസമായിട്ട് കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പരീക്ഷണമാണ്. നന്നായി വന്നിട്ടുണ്ടോ ഏകദേശം? ഇതിപ്പോ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും. അതെ അതെ. ഇനി ഒന്നാം പാൽ ഒഴിക്കുക, അല്ല രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് കുറുക്കി എടുത്തിട്ട് ഒന്നാം പാൽ ഒഴിക്കുക. 2 ഇനി ഒഴിക്കാനുണ്ട് അല്ലേ? വറട്ടൽ പോർഷനൊക്കെ കഴിഞ്ഞു. കുഴപ്പമില്ല അല്ലേ? ഇതിലെന്തായിരുന്നു? ഇത് ജീരകം വറുത്ത് പൊടിച്ചിട്ട് ഏലക്ക ആൻഡ് ചുക്ക്, പിന്നെ തേങ്ങ വറുത്തെടുക്കുന്നത്. തേങ്ങ എല്ലാം ഹാപ്പി ആണല്ലോ അല്ലേ? വിചാരിച്ച പോലെ. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് പാല് തിളപ്പിക്കാതെ ചൂടാക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ അവിയൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് എന്നിവ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്, അവിയൽ പായസം. നമുക്കിത് ജഡ്ജസിന് സെർവ് ചെയ്യാം. വിളിച്ചാലോ? നമുക്ക് വിളിക്കാം. എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കി റെഡിയായി നിൽക്കുകയാണ്. വെറൈറ്റി പായസംസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ കാണാം. ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ആദ്യം ഷാനിത എസ്. ഓക്കെ ഷാനിത, അപ്പോൾ ഇത് മാംഗോ വെർമിസെലി പായസം, അതായിരുന്നു തീം. സോ ഫൈനലി പായസത്തിന്റെ തിക്നെസ് ഒക്കെ കൂടിയോ? കുറച്ച് നേരം കണ്ടിട്ട് തോന്നിയത് ചോദിച്ചു. അത് ഈ വെർമിസെലി ആകുമ്പോൾ എന്തായാലും ഇരുന്ന് കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യമേ തന്നെ കുറച്ചുകൂടെ ലൂസ് ആക്കി വെക്കണം. യെസ്, യാ. Taste is good. മാംഗോന്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. 2 മാങ്ങയും കൂടി കഴിച്ചാലോ? എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചു. മാംഗോ നന്നായിട്ടുണ്ട്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടത് നല്ലൊരു കുഞ്ഞു വെർമിസെലി ചേർത്തല്ലേ? പോലത്തെ നല്ല അത്രയും സോഫ്റ്റ് ആയിട്ട് വരും. നമുക്ക് ടൈമും ലാഭിക്കാം, പെട്ടെന്നാവും. കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സർ. കൺസിസ്റ്റൻസിയാണ് കുറച്ച് തിക്കായിരിക്കുന്നത്. പാലൊഴിച്ചാൽ ശരിയാവും. അടുത്ത ആളെ വിളിച്ചാലോ? ഐഷ ഷാഫി. കൂട്ടുകറി പായസം. കാഴ്ചയിൽ തന്നെ ഒരു കൂട്ടുകറി ലുക്ക് ഉണ്ട്. പറഞ്ഞതുപോലെ മുളക്, കൂട്ടുകറിന്റെ കറിവേപ്പില, തേങ്ങ താളിച്ചിട്ടിട്ടുണ്ട്. ഇത് പായസമാണെന്ന് ആർക്കും മനസ്സിലാവില്ല പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. കൂട്ടുകറിന്റെ ആ സ്റ്റൈലിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് എരിവായിരിക്കും, ഇത് കുറച്ച് മധുരമായിരിക്കും. പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാഴ്ചയിൽ ലുക്കിംഗ് ഗ്രേറ്റ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ റെസിപ്പി എഴുതിയിട്ട് ഉണ്ടാക്കിയിട്ട് റെസിപ്പി എഴുതിയിട്ട് അയച്ചിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി. ആണോ? ഓ, വെരി ഗുഡ്. ഉണ്ടാക്കി നോക്കിയായിരുന്നു വീട്ടിൽ? ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി എഴുതി. ഇങ്ങനെ മനസ്സിലൊരു തോട്ട് വന്നു ഇങ്ങനെ തന്നെ. എന്നിട്ട് ഞാൻ റെസിപ്പി അയച്ചു. ഇപ്പൊ സെക്കൻഡ് ടൈം ഉണ്ടാക്കുന്നു. അത്രയും നന്നായി. കാഴ്ചയിൽ സൂപ്പർ. ആ ഒരു അല്ലേ, കണ്ടിട്ട് എന്താ ലുക്സ് ലൈക്ക് കൂട്ടുകറി. പിന്നെ കഷ്ണങ്ങൾ അങ്ങനെ കാണില്ലല്ലോ, പേസ്റ്റ് ആക്കി കുറച്ചുണ്ടാവും കടിക്കാനുണ്ട്. കടിക്കാനുണ്ട്. കടലപ്പരിപ്പുണ്ട്, ഏത്തക്ക കിട്ടുന്നുണ്ടോ?
അപ്പോൾ കടിക്കുമ്പോഴല്ല അറിയില്ല. മറ്റേ നമ്മൾ മിക്സായിട്ട് ഞാനെല്ലാം സ്മാഷ് ചെയ്തതാ, അല്ലാണ്ട് മിക്സിയിലിട്ട് ഒന്നും ആക്കിയിട്ടില്ല. എല്ലാ കൈകൊണ്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര നന്നായി വരുന്ന. വെരി നൈസ്. താളിച്ചതിന്റെ ടേസ്റ്റും കൂടെ നല്ല ടേസ്റ്റാണ്. താളിച്ചത് എടുക്കാൻ തോന്നുന്നു. അപ്പൊ തേങ്ങ നമ്മൾ വറുത്തിട്ടിടില്ലേ കൂട്ടുകറി പായസത്തിൽ, അതേപോലെ തന്നെ കായത്തിന്റെ പകരം ഞാൻ ശർക്കര ഇട്ടു. അങ്ങനെ എല്ലാം ഇതിന്റെ ഒരു ഇതിൽ ചെയ്തു. വെരി നൈസ്. താങ്ക് യു. നൈസ്ലി നീറ്റ്ലി എക്സിക്യൂട്ടഡ് ഓൾസോ. വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു മാം. താങ്ക് യു കൃഷ്ണ. ഫാത്തിമത്തുൽ സുലേഖ. ഇത് മറ്റൊരു സ്പെഷ്യൽ പായസമാണ്, അവിയൽ പായസം. അവിയൽ പായസം. യെസ്, അവിയൽ പായസം എങ്ങനെയുണ്ട്? വിചാരിച്ച പോലെ വന്നോ? അവിയലിന്റെ ടേസ്റ്റ് ഒക്കെ വരുമോ? ഇല്ല ഇല്ല. അവിയലിന്റെ കഷ്ണങ്ങൾ കഴിക്കാൻ കിട്ടുമോ? കിട്ടും. ഓക്കെ. ഫുൾ മാഷ് ആക്കിയില്ലേ? മാഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും മറ്റേ കോവയ്ക്ക ക്യാരറ്റും ഉണ്ട്. അതാണ് കഴിക്കാൻ കിട്ടുന്നത് അല്ലേ? ഓക്കെ. മോസ്റ്റ്ലി ക്യാരറ്റ് കിട്ടുന്നുണ്ട്. ചുക്കിൻ്റെ ടേസ്റ്റ് കയറി നിൽക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. നൈസ്. അല്ല, അവിയൽ പായസം ഏതൊരു എഫേർട്ട് എടുത്തല്ലോ, ഒരു തിങ്കിങ് പ്രോസസ്. ഇല്ല, ഗുഡ്, നൈസ്. കുറച്ച് അധ്വാനിച്ചല്ലേ? കൊള്ളാം, നന്നായിട്ട്. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് വൺ. സഫീറ റിയാസ്. പഞ്ചകടായി ഔഷധ പായസം. കാണാനൊക്കെ അടിപൊളിയായിരിക്കുന്നല്ലോ. നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എന്തെടുക്കാം, കുഴപ്പമില്ല. ഞാൻ ഡിസ്പ്ലേ സെറ്റാക്കിയെന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ കൂടുതൽ നട്ട്സ് ഒക്കെ ഉണ്ട്. ബദാം നട്ട്സ്, നെല്ലിക്ക, അലോവേര എല്ലാം കഴിക്കണേ. അല്ല, അലോവേരയുടെ ഒക്കെ പീസ് കിട്ടുമോ? എല്ലാം കിട്ടും. നെല്ലിക്ക പീസ്, അലോവേര പീസ് കിട്ടും. ഞാൻ ബോയിൽ ചെയ്തിട്ട് ചേർത്തതാണ്. അടിപൊളി. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്. നെല്ലിക്ക കിട്ടി. നെല്ലിക്ക ഉണ്ട്, അലോവേരയും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാസ്റ്റർ പീസ് പായസമാണെന്നുള്ളത്. മാസ്റ്റർ പീസ് പായസം. ഗുഡ്, നൈസ്. താങ്ക് യു. താങ്ക് യു. ഗുഡ് ഗുഡ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആക്ച്വലി നമ്മുടെ 4 പായസം നമ്മൾ ടേസ്റ്റ് ചെയ്തു. എല്ലാം ഗംഭീരമായിരുന്നു. എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു സ്പൂൺ എടുത്താൽ തന്നെയും അത് ഞങ്ങൾ ഫില്ലായി. അത് കൂട്ടുകറി പായസം, അവിയൽ, ഒരു സദ്യ കഴിച്ച പോലെ. ഇപ്പം എല്ലാം ആയല്ലോ. അവിയലായി, കൂട്ടുകറിയായി, ഔഷധമായി, ആൻഡ് ഒരു ഡെസേർട്ട് പോലെ ഇതുമായി. എന്താണ്? മാംഗോ. മാംഗോ ആൻഡ് വെർമിസെല്ലി. എന്തായാലും നിങ്ങൾ എല്ലാവരും എടുത്ത എഫേർട്ട് നല്ലതായിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് സെറ്റായി തന്നു. നിങ്ങൾ ഹാപ്പിയാണല്ലോ ആ ഫൈനൽ പ്രോഡക്റ്റിൽ? ഞങ്ങൾ ഹാപ്പി. പക്ഷേ ഇപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്യില്ല. കാര്യം ഇനി നിങ്ങളുടെ കൂടെയുള്ള കുറേ ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ എല്ലാ റൗണ്ടും കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്ത ആൾക്കാരെ പറയുള്ളൂ. അപ്പോൾ ഇത് റിസർവിൽ വയ്ക്കുകയാണ്. ഞങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അല്ലേ? വെറൈറ്റി പായസം നിങ്ങൾക്കൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ. നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ കണ്ടല്ലോ, ഓരോരുത്തരും എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്കൊരു വിലയിരുത്തലുണ്ടാകും. അത് നിങ്ങൾക്കും നിങ്ങൾ ഇന്ന് തൊട്ട് മാർക്കിട്ട് തുടങ്ങിക്കോളൂ ആരായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന ആൾക്കാരെന്ന്. ആ രീതിയിൽ പ്രേക്ഷകർക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകട്ടെ. എന്തായാലും നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സെഗ്മെന്റ് ഫസ്റ്റ് വൺ അത് ഇച്ചിരി ലെങ്തി ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ട് കാരണം ഇവർ നോർമൽ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. വളരെ സ്ട്രെയിൻ എടുത്തിട്ടും ജസ്റ്റ് ഒരു നോർമൽ സേമിയ പായസം ഉണ്ടാക്കി പോയിരിക്കുകയല്ല. കാരണം വളരെ സ്ട്രെയിൻ എടുത്ത സാധനം ആയതുകൊണ്ട് കുറച്ച് ലെങ്തി ആയി.
ആൻഡ് ദ ഇൻട്രഡക്ടറി പാർട്ട് എല്ലാം കൂടി ആയിട്ട്. അതുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ മത്സരം തീരുന്നില്ല. അതായത് ഫസ്റ്റ് റൗണ്ടിൻ്റെ സെക്കൻഡ് ടീമുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും. ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ കാണുക. അപ്പോൾ നാളെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ടീമിൻ്റെ പെർഫോമൻസും കാണാം. അതുവരെ ക്യാഷ് പ്രൈസ് സ്പോൺസർഡ് ബൈ പിട്ടാപ്പള്ളിൽ ഏജൻസീസ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കസബുകട, MG Road, opposite SMB School, Trivandrum. Dr. Lakshmi Nayer's Ornaments Courtesy. Jewel Hut, GH Road, Statue, Trivandrum. Dr. Lakshmi Nayer's Costume Courtesy. Kasabagada, MG Road, opposite SMB School, Trivandrum.